ബിഗ് ബോസ് സീസൺ 7 തുടങ്ങുന്നതിന് ഒരു മാസം മുന്നേ മുതൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൽ കൂടുതലും പ്രേക്ഷകരുടെ പ്രഡിക്ഷൻസ് തന്നെയാണ്. അതിനുശേഷം ഏഷ്യാനെറ്റ് ഒരു തുക നിശ്ചയിച്ച് അവരെ ഈ പറയുന്ന വ്യക്തികളെയൊക്കെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുക. അത് മാത്രമല്ല, ഈ പറയുന്ന മലയാളത്തിലായതുകൊണ്ട് തന്നെ ഒരുപാട് ബഡ്ജറ്റ് ഇട്ടൊന്നും ഒരു താരങ്ങളെയും ബിഗ് ബോസ് വീട്ടിലേക്ക് ഏഷ്യാനെറ്റ് കൊണ്ടുവരില്ല. പിന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ, അതായത് ബിഗ് ബോസ് സീസൺ 7ലേക്ക് വിളിക്കുന്നുടനെ ഓടിപ്പോകും എന്ന് പറയുന്ന പല ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സും കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുമ്പോൾ പിന്തിരിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ പല പ്രഡിക്ഷൻസും അങ്ങനെയാണ് മാറി മറിയാറുള്ളത്. ഇനി സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏതായാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഫാൻ ബേസ് അത് ഇത്തവണ ആർക്ക് കിട്ടും എന്ന ഒരു കൂട്ട ചർച്ച സോഷ്യൽ മീഡിയയിൽ ഉടനീളം നടക്കുന്നുണ്ട്. റോബിൻ റിയാസ് കോംബോ അതൊക്കെ ഇനി ഉണ്ടാകുമോ എന്ന സംശയമാണ് എല്ലാവർക്കും. അപ്പോഴാണ് രോഹൻ ലോന എന്ന സോഷ്യൽ മീഡിയ ആങ്കറിനെ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും വീണ് കിട്ടിയത്. ഒരു ആങ്കറി യങ് മാൻ ആയിട്ടാണ് റോബിൻ ബിഗ് ബോസിലേക്ക് വന്നത്. പക്ഷെ പ്രേക്ഷകർ ഇന്നും ഏറെ ഇഷ്ടത്തോടെയാണ് റോബിനെ കാണുന്നത്. വിമർശനങ്ങൾക്ക് പോലും റോബിൻ നന്നായി മറുപടി പറഞ്ഞിരുന്നു. അതൊക്കെ വളരെയധികം ശ്രദ്ധ നേടുകയും റീച്ച് നേടുകയും ചെയ്തിരുന്നു. റോബിന്റെ ആ ഒരു അലറലൊക്കെ സീസണൊക്കെ കഴിഞ്ഞിട്ടും ഒരുപാട് നാൾ നീണ്ടു നിന്നിട്ടുണ്ട്. അത് ട്രോളുകളായിട്ടും നീണ്ടു നിന്നിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ നടന്നതിലും ഒക്കെ നല്ല കോണ്ടന്റ് ബിഗ് ബോസ് വീടിന് പുറത്ത് റോബിന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, റോബിന് വിവാഹം നടന്നത് വരെ ഒരു വലിയ ഡ്രാമയായിരുന്നു. റോബിനെ ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ച ആരതി പൊടി അവസാനം റോബിന്റെ ഭാര്യയായി മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഈ സപ്പോർട്ട്, ഈ ഒരു ഫാൻ സപ്പോർട്ട് ഇനി ആർക്ക് കൊടുക്കും എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് രോഹൻ ലോന ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇടം നേടിയത്. പേരുകൾ കൺഫേം ഒന്നും അല്ലെങ്കിലും ഫാൻ പേജുകൾക്ക് തുടക്കമൊക്കെ ആയിട്ടുണ്ട്. ബിഗ് ബോസിലേക്ക് പെയ്ഡ് PR ഇല്ലെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് കേട്ടോ. പെയ്ഡ് ആയിട്ടുള്ള PR ഒക്കെ ഉണ്ട്. കഴിഞ്ഞ സീസണുകളിലും പെയ്ഡ് PR ആയിട്ടൊക്കെ കുറേ പേര് നന്നായിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലേക്കും ഒക്കെ റോഹന് കുറേ അധികം പുഷ് കിട്ടുന്നുണ്ട്. അതായത് റോഹൻ സപ്പോർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഇനി എന്തൊക്കെ PR ഒക്കെ നടന്നെന്ന് പറഞ്ഞാലും ശരി, നന്നായിട്ട് ഗെയിം കളിച്ചാലേ പ്രേക്ഷകരുടെ ഇടയിൽ ആ ഒരു ഹൈപ്പ് ഉണ്ടാകത്തുള്ളൂ. ഇത്തരത്തില് എന്തൊക്കെ നാടകങ്ങളൊക്കെ ബിഗ് ബോസ് വീടിനകത്തും പുറത്തും നടക്കുമെന്ന് കണ്ടറിയാം. ഏതായാലും രോഹൻ ലോന വരുന്നുണ്ടെങ്കിൽ ഒരു ശക്തമായ എതിരാളി കൂടെ വേണം. അല്ലാതെ റോഹനെ പിടിച്ചൊരു ബിഗ് ബോസ് സീസൺ 7ന്റെ ഫേസ് ആക്കി മാറ്റരുത്. ഇനി നിങ്ങൾക്ക് രോഹൻ വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഓൾമോസ്റ്റ് എല്ലാവരും വലിയൊരു ഹൈപ്പിൽ പറയുന്ന ഈ വ്യക്തിയെ നിങ്ങൾക്കൊക്കെ അറിയാമോ? എന്നാൽ നല്ലൊരു എതിരാളി വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ആരായിരിക്കും എന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ സീരിയൽ ഗ്രാൻഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. വളരെ ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂസ് മാത്രമേ ഗ്രാൻഡ് പറയുകയുള്ളൂ. ഓക്കെ, ബൈ.